നമ്മൾ എവിടെയൊക്കെ പോയി എത്ര ടേസ്റ്റുള്ള എത്ര ഫാൻസി ഫുഡ് കഴിച്ചാലും നമ്മുടെ അമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു കുഞ്ഞി ചമ്മന്തി ആണെങ്കിലും ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ വർക്ക് സ്പേസിൽ ഇവിടെ വന്നിട്ടാണ്, ഇതെൻ്റെ വർക്ക് സ്പേസ് ആണ് ആക്ച്വലി. അപ്പം ഇവിടെ ആണ് എഡിറ്റ് നടക്കുന്നതും ഞങ്ങളുടെ പ്രാക്ടീസ് നടക്കുന്നതും ബാൻഡ് വന്ന് സ്റ്റേ ചെയ്യണതും ഒക്കെ ഇവിടെയാണ്. അപ്പോൾ എല്ലാ ദിവസവും മിക്കവാറും ഉച്ച സമയങ്ങളിൽ ഞാൻ ഇവിടെ ഉണ്ടാവാറ്. അപ്പോൾ എല്ലാ ദിവസവും അമ്മ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാനായിട്ട് സമ്മതിക്കില്ല. ഉച്ചയ്ക്ക് നല്ല 3 നേരം സമ്മതിക്കില്ല, പക്ഷെ ഉച്ചയ്ക്ക് മസ്റ്റാണ്. അപ്പം എന്നും ഒരു പൊതി ഇങ്ങനെ ഫോട്ടോ വഴി കൊടുത്തുവിടും അമ്മയുടെ ലഞ്ച്. ചില സമയത്ത് അമ്മ പറയും ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഇന്ന് ചമ്മന്തി മാത്രം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ഇത് മാത്രം ഉണ്ടാക്കില്ല. പക്ഷെ എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നും എല്ലാ പ്രാവശ്യവും പറയണ പോലെ തന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുണ്ട് ഇവിടെ, കുക്കും ഉണ്ട് പുറകില്. അപ്പം ഇന്നും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ എന്തൊക്കെയോ കൊടുത്തു വിട്ടേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നോയിക്കോട്ടെ, അവസാനം എണ്ണ വരുമ്പോ അച്ചാറുണ്ട്. ഇതെന്താണാവോ? ഇത് പായസാണോ? പായസാണോ? ആ പഴം പഴം വെച്ചിട്ട് അത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴം ഇനി ഇരുന്ന് കഴിഞ്ഞാൽ കേടാവും, ഞാനൊരു സാധനം ആക്കി കൊടുത്തു. ഇതൊരു പുതിയ സാധനം, ഇതൊരു പഴപ്പായസം, എന്തോ പേരൊന്നും അറിയില്ല. ഇതാണ് പറഞ്ഞത് നന്നായിട്ടില്ല കേട്ടോ ഇന്നത്തെ ഫുഡ്. ഇത് എപ്പോഴും അമ്മ പറയണത്. എന്തത്? വെണ്ടയ്ക്കും പൊട്ടറ്റോയും. ഇത് മോര് കറി, ഇത് അച്ചാറ്, പപ്പടം. ആക്ച്വലി ഇന്ന് ഇത്ര എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് എൻ്റെ ഫേവറേറ്റ് പാവയ്ക്ക ഫ്രൈ. അമ്മേനെ വിളിച്ച് ചോദിക്കണം. രസം. ആക്ച്വലി ഞാനിപ്പോ ഒരു കുഞ്ഞു വ്രതത്തിലാണ്, അപ്പൊ അതുകൊണ്ട് വെജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് ഒരു ഫിഷ് ഫ്രൈയുടെ വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാവയ്ക്ക. പിന്നെ ചോറാണ്. കുക്കുവിനും എനിക്ക്, നമുക്ക് രണ്ടുപേർക്കുള്ള ചോറുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും കൈയിട്ടൊക്കെ എടുക്കാൻ പോണേ. ഇപ്പൊ വേറെ ആരും കഴിക്കാനൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല ഞാനിങ്ങനെ കുടിച്ചാലും. ആക്ച്വലി എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും അമ്മയ്ക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തുകൂടെയെന്ന്, ഫുഡ് ബിസിനസ്. ആക്ച്വലി പോയി മോളെ, രക്ഷയില്ല. ആദ്യം രസം മാത്രം വെച്ചിട്ട് ഒരു പിടി കഴിച്ചു നോക്കാം. എന്നിട്ട് അമ്മേനെ വിളിച്ച് പറയണം. അപ്പൊ അമ്മ പറയും അയ്യോ ഇന്നത്തെ ഫുഡ് ശരിയായില്ല കേട്ടോ, ഇന്ന് വെച്ചത് ശരിയായില്ല. എന്തൊരു ടേസ്റ്റ് അറിയോ? അമ്മയുടെ ഫുഡ് ഇത് കഴിഞ്ഞിട്ടുള്ളൂ മക്കളെ, വേറെ എന്തും. ഇതൊക്കെ ഞാൻ കഴിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടൊന്നും വിചാരിച്ചത്. കാരണം അമ്മയുടെ ഫുഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ സ്പൂണും പരിപാടികളൊന്നും എടുക്കാറോ പിടിക്കാറൊന്നുമില്ല. കൈയിട്ട് അങ്ങോട്ട് കഴിക്കുക, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അത് ഇതിൻ്റെ കൂടെ ഇച്ചിരി മോരോരും കൂടെ മിക്സ് ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ കുക്കുവിൻ്റെ വായിൽ വെള്ളം വീഴുന്നുണ്ടെന്ന് തോന്നുന്നു താഴത്തോട്ട്. ഹെവൻ. അമ്മച്ചി ഉമ്മ ഞാൻ കഴിക്കട്ടെ. ഞാനിനി എല്ലാ ദിവസവും എനിക്ക് വരുന്ന ഫുഡ് നിങ്ങളെയും കൂടെ കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് റെഡി ആയിട്ട് ഇന്നോ ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും അമ്മയുടെ ഫുഡുമായിട്ട്. ഓക്കെ, ശരി, ബൈ.